9 വർഷത്തെ ഭരണത്തിൽ നിന്ന് പടിയിറങ്ങും മുമ്പ് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ പ്രസംഗം ലോകമെമ്പാടും ചർച്ചയായിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തിയത് മുതൽ കാനഡയ്ക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ ചെറുക്കാൻ പണിപ്പെട്ടിരുന്നു അദ്ദേഹം. പ്രതിരോധിക്കാൻ ഗതിയില്ലാതെയാണ് ഒടുവിൽ രാജിവെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ട്രൂഡോ പടിയിറങ്ങിയത്. എന്നാൽ ഇനി കാനഡയുടെ ചരിത്രം മാറാനൊരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. അതും നിയുക്ത പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ വരവോടുകൂടി. അതിനുള്ള ആദ്യ പ്രഖ്യാപനം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞു. ട്രംപ് വ്യാപാര യുദ്ധം തുടരുന്നിടത്തോളം കാലം US നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് കാനഡ പ്രതികാര തീരുവ ഏർപ്പെടുത്തുമെന്ന മാർക്ക് കാർണിയുടെ തീരുമാനത്തോടെ ട്രംപിൻ്റെ മർമ്മത്തടിച്ചിരിക്കുകയാണ് കാർണി. അമേരിക്കക്കാർ കാനഡയോട് ബഹുമാനം കാണിക്കുന്നതുവരെ സർക്കാർ താരിഫുകൾ തുടരുമെന്നും മാർക്ക് കാർണി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നതും വിൽക്കുന്നതുമായ ഉൽപ്പന്നങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള താരിഫുകളാണ് അദ്ദേഹം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം കാനഡയിലെ കുടുംബങ്ങളെയും തൊഴിലാളികളെയും ബിസിനസ്സുകളെയും ആക്രമിക്കുകയാണ്. അദ്ദേഹത്തെ വിജയിക്കാൻ അനുവദിക്കില്ല. അമേരിക്കക്കാർ കാനഡയോട് ബഹുമാനം കാണിക്കുന്നത് വരെ സർക്കാർ താരിഫുകൾ തുടരും. നമ്മൾ ശക്തരാണ്. അമേരിക്കയ്ക്കെതിരെയുള്ള കനേഡിയന്മാരുടെ പ്രതികരണത്തിൽ ഞാൻ അഭിമാനിക്കുന്നു, മാർക്ക് കാർണി പറഞ്ഞു. കനേഡിയൻ മെക്സിക്കൻ ഉൽപ്പന്നങ്ങൾക്കും 25% തീരുവ ചുമത്തിയ ട്രംപിൻ്റെ നടപടി വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനു പകരമായി ഓറഞ്ച് ജ്യൂസ്, കാപ്പി, പഴങ്ങൾ എന്നിവയുൾപ്പെടെ 30 ബില്യൺ കനേഡിയൻ ഡോളർ മൂല്യമുള്ള സാധനങ്ങൾക്ക് കാനഡ സ്വന്തമായി 25% തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. കാറുകൾ, ട്രക്കുകൾ, സ്റ്റീൽ, വിവിധ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെ 125 ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന US നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്നും കനേഡിയൻ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഏപ്രിൽ 2 മുതൽ കനേഡിയൻ മെക്സിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. കാനഡയ്ക്കെതിരെ US പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ മരവിപ്പിച്ചത് ഒരു ചെറിയ ഇടവേള മാത്രമാണെന്നും വർദ്ധിപ്പിച്ച താരിഫുകൾ ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് പറഞ്ഞു. ചൈനയ്ക്കെതിരെ 10% നികുതി ചുമത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ വഴിയാണ് അമേരിക്കയിലേക്ക് ലഹരിക്കടത്ത് നടക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു ട്രംപിൻ്റെ നീക്കം. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യയെ കൂടിയാണ്. മാർക്ക് കാർണി അധികാരമേൽക്കുന്നതോടെ ഇന്ത്യ കാനഡ ബന്ധത്തിൽ നിർണായക വഴിത്തിരിവാകുമെന്ന് വിലയിരുത്തലുകളുണ്ട്. അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് കാർണി മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. കാർണിയുടെ വിപുലമായ സാമ്പത്തിക വൈദഗ്ധ്യം കാനഡയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്തേക്കുമെന്നാണ് നിരീക്ഷണങ്ങൾ. 2008 സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കാനഡയെ സഹായിക്കുന്നതിൽ കാർണി നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇന്ത്യയുമായുള്ള കാനഡയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് പ്രചാരണ വേളയിൽ കാർണി പരാമർശിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിക്കുകയും സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളുമായുള്ള വ്യാപാര പങ്കാളിത്തം വൈവിധ്യവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കാനഡ എടുത്തു കാണിക്കുകയും ചെയ്തിരുന്നു. വാണിജ്യ ബന്ധങ്ങളിൽ പൊതുവായ മൂല്യങ്ങൾ പിന്തുടരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കാർണി പരാമർശിച്ചിരുന്നു. മറ്റ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ആഗ്രഹവും കാർണി പ്രകടിപ്പിച്ചു. ട്രൂഡോയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കാനഡ ബന്ധം വഷളാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാനഡയിലെ വാർഷിക ബജറ്റിൻ്റെ 30% സംഭാവന ചെയ്യുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. കാനഡയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. 600-ലേറെ കനേഡിയൻ കമ്പനികളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. കാനഡയിലുള്ള ഇന്ത്യയുടെ കയറ്റുമതി $410.97 കോടി ഡോളറാണെന്ന് വാണിജ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നു. 85.98 കോടി ഡോളറായിരുന്നു കാനഡ മുൻ വർഷങ്ങളിൽ ഇന്ത്യയിലേക്ക് നടത്തിയ പണക്കൈമാറ്റമെന്ന് വേൾഡ് ബാങ്കിൻ്റെ കണക്കുകളും സൂചിപ്പിക്കുന്നുണ്ട്. കനേഡിയൻ പെൻഷൻ പ്ലാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡിന് 1 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ഇന്ത്യയിലുള്ളത്.